നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ൽ കൂടുതൽ സീറ്റുകൾ നേടി UDF അധികാരത്തിൽ തിരിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസമാണ് KPCC നേതൃത്വം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. പല മണ്ഡലങ്ങളിലും നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചും കഴിഞ്ഞു. പ്രധാനമായിട്ടും കൈവിട്ടു പോയ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ. അത്തരത്തിലൊരു മണ്ഡലമാണ് ആറന്മുള. CPM-നെ സംബന്ധിച്ച് അവർ ഏറെ പ്രതീക്ഷയോടെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്ന ഒരു വനിതാ നേതാവാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കൂടിയായിട്ടുള്ള വീണ ജോർജ്. ദീർഘകാലം മാധ്യമ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന വീണ ജോർജ് ആറന്മുളയിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് K. ശിവദാസൻ നായരെ 2016-ൽ പരാജയപ്പെടുത്തിയാണ് ആദ്യമായിട്ട് MLA ആവുന്നത്. തുടർന്ന് 2021-ലും വീണ ജോർജ് മത്സരിച്ച് വിജയിച്ച് MLA-യും പിന്നീട് മന്ത്രിയുമായി. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുക്കുമ്പോൾ വീണ ജോർജ് ഏറെ പ്രതിരോധത്തിലാണ്. മന്ത്രിയുടെ രാജിക്കായിട്ടുള്ള മുറവിളികൾ ഇപ്പോൾ ഉയരുകയാണ്. മാധ്യമങ്ങളെ പോലും അറിയിക്കാതെയാണ് മന്ത്രി ഇപ്പോൾ പല പരിപാടികളിലും പങ്കെടുക്കുന്നത് തന്നെ. അത്തരത്തിൽ ജനങ്ങളിൽ നിന്നും ഏറെ അകന്നു കഴിഞ്ഞിരിക്കുന്നു മന്ത്രി വീണ ജോർജ്. വീണയെ 2026-ൽ ആറന്മുളയിൽ CPM വീണ്ടും പരിഗണിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒരു തുറുപ്പ് ചീട്ട് തന്നെ അവിടെ ഇറക്കണമെന്നുള്ള അഭിപ്രായം ഇപ്പോൾ അതിശക്തമായി ഉയർത്തുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ വീണയ്ക്കെതിരെ കലാപക്കൊടി ഉയർന്നാലും വീണ തന്നെ അടുത്ത തവണയും ആറന്മുളയിൽ മത്സരിക്കും. അപ്പോൾ അങ്ങനെ വീണ മത്സരിച്ചാൽ ശക്തയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വേണമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ UDF നേതൃത്വവും. അങ്ങനെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തേടുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ പരിഗണനയിൽ ഇപ്പോൾ ആദ്യമുള്ളത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ തന്നെയാണ്. ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് ആവർത്തിച്ച് അച്ചു ഉമ്മൻ പറയുമ്പോഴും പാർട്ടി ഒരു നിർണായക അവസ്ഥയിലെത്തുമ്പോൾ അച്ചു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നതാണ് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. തൻ്റെ മക്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് ഉമ്മൻചാണ്ടി എന്നും എതിരായിരുന്നു. ചാണ്ടി ഉമ്മൻ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമാകുവാൻ പല ആവർത്തി ശ്രമിച്ചപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ശക്തമായിട്ടുള്ള പിന്തുണയൊന്നും അതിൽ ഇല്ലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അച്ചുവിനെയായിരുന്നു സ്ഥാനാർത്ഥിയായിട്ട് പുതുപ്പള്ളിയിൽ ഏറ്റവും അധികം എല്ലാവരും പരിഗണിച്ചിരുന്നത്. എന്നാൽ വീട്ടിൽ നിന്നും ഒരു രാഷ്ട്രീയക്കാരൻ മതിയെന്നും എൻ്റെ വീട്ടിലെ രാഷ്ട്രീയക്കാരനത് ചാണ്ടിയാണെന്നുമായിരുന്നു അന്ന് അച്ചു ഉമ്മൻ പ്രതികരിച്ചിരുന്നത്. പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടതും അച്ചു ഉമ്മൻ തന്നെയായിരുന്നു. കൃത്യമായ രീതിയിൽ തന്നെ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടി വളരെ ചതുരതയോടെയുള്ള ഒരു സംസാരമായിരുന്നു അച്ചുവിനെ വോട്ടർമാർക്കിടയിൽ ഏറെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയിരുന്നത്. കോൺഗ്രസിലെ യുവ നേതൃത്വവുമായിട്ട് അച്ചു വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോഴും അച്ചു ഉമ്മൻ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അവിടെ ഓടിയെത്തിയിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിക്ക് ആളുകളെ കൂട്ടുവാനുള്ള അതേ കഴിവ് മകളായിട്ടുള്ള അച്ചുവിനും ഉണ്ടെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് നന്നായിട്ടറിയാം. കാരണം വെറുതെ എന്തെങ്കിലും പറഞ്ഞുള്ള പ്രതികരണങ്ങളല്ല അച്ചു ഉമ്മൻ നടത്താറുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തോടെയുള്ള രാഷ്ട്രീയമാണ് അവർ എപ്പോഴും സംസാരിക്കാറുള്ളത്. നമുക്കറിയാം, വ്യാപകമായിട്ട് സൈബർ ആക്രമണമൊക്കെ തന്നെ തനിക്കെതിരെ നടന്ന ഘട്ടത്തിൽ പോലും വളരെ ആർജവത്തോടെ ഊർജ്ജസ്വലതയോടുകൂടി തല താഴ്ത്താതെ തൻ്റെ രാഷ്ട്രീയം കൃത്യമായി ഉറക്കെ വിളിച്ചു പറഞ്ഞ് മുന്നേറുവാൻ അച്ചുവിനെ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു അച്ചു ഉമ്മൻ. അതുകൊണ്ട് തന്നെ ഇത്തവണ ആറന്മുളയിൽ വീണയ്ക്കെതിരെ അച്ചു ഇറങ്ങിയാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടുവാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അതിനൊട്ടേറെ കാരണങ്ങൾ കൂടിയുണ്ട്. പ്രധാന കാരണം തന്നെ നഷ്ടപ്പെട്ട ക്രൈസ്തവ വോട്ടുകളെ തിരികെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ അച്ചു ഉമ്മന് കഴിയുമെന്നത് തന്നെയാണ്. കാലാകാലങ്ങളായി കോൺഗ്രസിൽ നിന്നും അകന്നുപോയ പാർട്ടി വോട്ടുകളെ അച്ചുവിന് നിഷ്പ്രയാസം തിരിച്ചുപിടിച്ച് കൊണ്ടുവരാൻ കഴിയും. അതോടൊപ്പം തന്നെ യുവാക്കളുടെ വോട്ടും അച്ചുവിന് തന്നെ കിട്ടും. ഉമ്മൻചാണ്ടിയോടുള്ള ജനങ്ങളുടെ സ്നേഹവും ബഹുമാനവും അച്ചു മത്സരിക്കാൻ ഇറങ്ങിയാൽ അത് വിജയത്തിന്റെ ഒരു മുതൽക്കൂട്ടാകുമെന്നും കോൺഗ്രസ് കരുതുന്നു. ഏറെക്കുറെ ഇത്തരം ഒരു തീരുമാനം നേതൃത്വം അച്ചുവുമായിട്ട് സംസാരിച്ചു തുടങ്ങിയതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ അങ്ങനെ പരമാവധി മണ്ഡലങ്ങൾ ഏത് വിധേയനെയും കൈക്കലാക്കുവാനുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കമാണ് ആറന്മുളയിൽ അച്ചുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ വഴിയൊരുക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ 2026-ൽ ആറന്മുള ഒരു ശ്രദ്ധാകേന്ദ്രമായി തന്നെ രാഷ്ട്രീയ കേരളത്തിൽ മാറുമെന്ന കാര്യം ഉറപ്പാണ്.